ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂല്യം മെച്ചപ്പെടുത്തിയ രൂപ ഇന്നലെ മുതലാണ് ഇടിയാൻ തുടങ്ങിയത്. ഡോളർ കരുത്തു കൂട്ടിയതായിരുന്നു രൂപയ്ക്ക് തിരിച്ചടിയായത്. എന്നാൽ ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ തിരിച്ചടി കൂടി നടന്ന പിന്നാലെ രൂപ വീണ്ടും മൂല്യമിടിയുമോ എന്ന് പരിശോധിച്ചു വരികയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂടുതൽ ഇടിയുന്ന സാഹചര്യം വന്നാൽ RBI ഇടപെടും. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇന്ന് പണനയം പ്രഖ്യാപിക്കും. ഡോളറിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനത്തിനാണ് സാധ്യത. ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം വന്നാൽ രൂപ വീണ്ടും ഇടിയും. രൂപയുടെ മൂല്യം ഓരോ ദിവസവും പരിശോധിക്കുന്ന പ്രവാസികൾ പുതിയ സാഹചര്യം എങ്ങനെ കാണണമെന്ന് കൂടി പറയാം. ഇന്ന് 31 പൈസയാണ് രൂപ ഇടിഞ്ഞത്. ഡോളറിനെതിരെ 84.66 രൂപയാണ് പുതിയ വിനിമയ നിരക്ക്. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ നേരിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച 5 പൈസയാണ് കുറഞ്ഞിരുന്നത്. രൂപയുടെ മൂല്യം ഇനിയും കുറയാതിരിക്കാൻ RBI ഇടപെടുമെന്നാണ് കരുതുന്നത് എന്ന് ഫിൻടെക്സ് ട്രഷറി അഡ്വൈസേഴ്സ് LLP എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽകുമാർ ബൻസാലി പറഞ്ഞു. ഓഹരി വിപണിയിലും ഇന്ന് ഇടിവാണ് കാണിക്കുന്നത്. കൂടുതൽ വിറ്റഴിക്കൽ നടന്നേക്കും. അതിർത്തിയിലെ സാഹചര്യം നോക്കിയാകും നിക്ഷേപകർ ഇക്കാര്യം തീരുമാനിക്കുക. അതേസമയം ഡോളർ സൂചിക 0.30% ഉയർന്നിട്ടുണ്ട്. 99.53 എന്ന നിരക്കിലേക്ക് എത്തിയ ശേഷം ഡോളർ അല്പം താഴ്ന്നു. ഇനിയും മാറ്റം പ്രതീക്ഷിക്കാം. അതേസമയം രൂപ ദിർഹം മൂല്യത്തിലും ഇന്ന് മാറ്റമുണ്ടായി. ദിർഹം വീണ്ടും 23 രൂപയ്ക്ക് മുകളിലെത്തി. കഴിഞ്ഞ ദിവസം 22.95 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് 23 പൈസ കൂടി ഉയർന്നുവെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിർഹം 23 രൂപയ്ക്ക് മുകളിലെത്തുന്നത്. ഫെഡറൽ റിസർവിന്റെ ഇടപെടലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും രൂപയുടെ മൂല്യം ഇനിയും താഴ്ത്തിയേക്കാമെന്നാണ് UAE സാമ്പത്തിക വിദഗ്ധരും അനുമാനിക്കുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം നവംബറിലാണ് രൂപയുടെ മൂല്യം 23 താഴെ എത്തിയത്. പിന്നീട് വലിയ തോതിൽ രൂപ ഇടിയുന്നതായിരുന്നു കാഴ്ച. കഴിഞ്ഞ ഫെബ്രുവരി 10 23.94 വരെ ഇടിഞ്ഞു. അമേരിക്കയുമായി കൂടുതൽ സഹകരിച്ചുള്ള വ്യാപാര തീരുമാനങ്ങൾ ഇന്ത്യ എടുക്കുമെന്നാണ് വിവരം. അതേസമയം ചൈനയും അമേരിക്കയും തമ്മിൽ ഈ ആഴ്ച സ്വിറ്റ്സർലാൻഡിൽ വ്യാപാര വിഷയങ്ങൾ ചർച്ച ചെയ്യും. രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ GCC, അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിക്കും. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നിന്നാണ് കൂടുതൽ വിദേശ പണം എത്തിയത്. നേരത്തെ കൂടുതൽ പ്രവാസി പണം എത്തിയിരുന്നത് GCC രാജ്യങ്ങളിൽ നിന്നായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾ തുടക്കത്തിൽ പണം അയക്കാതെ അല്പം കാത്തിരിക്കുന്നതാകും ഉചിതം. അതേസമയം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന് 72,600 രൂപയാണ് നിരക്ക്. ഗ്രാമിന് 9,075 രൂപയും നൽകണം. വെള്ളിയുടെ വില ഗ്രാമിന് 108 രൂപയാണ്. അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില 3,350-ലാണുള്ളത്. UAE സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 377.50 ദിർഹമായി കുറഞ്ഞു.